അപ്പോൾ ഇന്നും നെറ്റ്കോട്ട ഫാബ്രിക്കിലുള്ള നെറ്റ്കോട്ട എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു ചന്തേരി ആ മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ശരിക്കും കുറച്ചൊരു സിൽക്കി ഫീൽ തന്നെ തരുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ഒരു 4 കളേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഞാനിപ്പോൾ ഈ വെയർ ചെയ്തേക്കുന്ന ഒരു കളറാണ് കേട്ടോ. ഇത് നല്ലൊരു പിങ്ക് മിക്സ് ആയിട്ടുള്ള കളർ. ഇതിനകത്തോട്ട് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇത് അത്രയും നല്ല ഭംഗിയുണ്ട്. 2 സൈഡ് ഒരു സെറിയുടെ ബോർഡർ ഉണ്ട്. അതുപോലെ എൻഡിലോട്ടും ഒരു വീവിങ് പോലെ വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഇതിന്റെ ബൂട്ടാസ് ചെറിയൊരു ബനാറസി ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന്റെ കാണിച്ചായിരുന്നു. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പോഴാണ് നമ്മൾ കാണിക്കുന്നത് കണ്ടോ. ഇതുപോലെ ഒരു കസവിന്റെ ഒരു ചെറിയൊരു ബൂട്ടാസ് വരുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് നെക്ക് പാറ്റേണിലേക്കാണ് ഇത് ചെയ്തേക്കുന്നത്. ചെറിയൊരു ബട്ടണും ഉണ്ട്. ഓക്കെ, അപ്പം ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ്. അപ്പം ഇതിന്റെ നമുക്ക് സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഫോമാണ് ഇതിന്റെ ഉള്ളത്. അൺസ്റ്റിച്ച്ഡ് ആയിട്ട് ഞാൻ വേറെ ഒന്നും കൂടി ഒരു കളർ ഇതും സ്റ്റിച്ച്ഡ് ആയിട്ട് തന്നെയാണ്. സെയിം ഇതിന്റെ തന്നെ കളർ കോമ്പിനേഷൻ ആണ്. ഒരു ചെറിയൊരു പിസ്താ ഗ്രീൻ വരുന്ന ഒരു ഷെയ്ഡാണ്. ഇതാണ് അതിന്റെ യോക്കിലെ ബട്ടൺ വരുന്നത്. ആ ചെറിയൊരു വീവിങ് നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് കാണുമെന്ന് അറിയില്ല. ഇത് വിത്ത് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. ടോപ്പിന്റെ കളർ ഇതാണ് വരുന്നത്. ദുപ്പട്ട ഇതേപോലെ തന്നെ. സെക്കൻഡ് കളർ ഇതിന്റെ സെയിം ഇതുപോലെ തന്നെ കണ്ടോ. ഇതുപോലെ വരും ദുപ്പട്ട വന്നിട്ട്. അതിന്റെ എൻഡിലോട്ടും ഈ ഒരു സെറിയുടെ ഒരു വീവിങ് കണ്ടോ ഇതുപോലെ. അങ്ങനെ ഇത് സെക്കൻഡ് കളറ്. തേർഡ് വന്നിട്ട് ഇതും അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വേണം എന്നുള്ളവർ പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് എല്ലാം നമ്മൾ റെഡി ആക്കാത്ത. സ്റ്റിച്ച്ഡ് ആയിട്ട് വേണം എന്നുള്ളവർക്ക് അങ്ങനെ, അല്ലെങ്കിൽ അൺസ്റ്റിച്ച്ഡ് അങ്ങനെ. ഇതിന്റെ ഈ കളർ വരുന്ന ഇതുപോലെ ഉണ്ട്. നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ് കേട്ടോ. ഇതിലും ആ വീവിങ് കണ്ടോ നിങ്ങൾ, ഇതുപോലെ കണ്ടോ ആ ഒരു സെറിയുടെ. ഇതുപോലെ ഇതിന്റെ തേർഡ് കളർ ഇതാണ്. ഇതുപോലെ ചെറിയൊരു ഇത് ബട്ടണും ഉണ്ട്. ഇതുപോലെ വന്നിട്ട് ഇതാണ് ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ വന്നിട്ട് ഇതാണ് ഇതുപോലെ. പിന്നെ ദുപ്പട്ട വന്നിട്ട് സെയിം ഈ ഒരു കോമ്പിനേഷനിലോട്ട് ഇതുപോലെ. നല്ല സൂപ്പർ കളറാണ് കേട്ടോ. എല്ലാം അധികം പീസസ് ഇല്ല. നമുക്ക് ഇങ്ങനത്തെ മെറ്റീരിയൽസ് വരുമ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റീസ് ഉണ്ടാവില്ല. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് തേർഡ് കളറ്. പിന്നെ ഫോർത്ത് കളർ വന്നിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള റെഡ് ആണ്. റെഡ് എന്ന് പറയുമ്പം ഇത് കണ്ടോ നല്ലൊരു സൂപ്പർ കളറാണ്. ഇതുപോലെ ഇതിന്റെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് അൺസ്റ്റിച്ച്ഡ് ആയിട്ടാണെങ്കിൽ 1990 ആണ് വരുന്നത്. സ്റ്റിച്ച്ഡ് ആകുമ്പോൾ അത് നിങ്ങൾ ചോദിച്ചാൽ മതി. സ്റ്റിച്ച് ചെയ്തിട്ട് വേണം എന്നുള്ളവർ അതിന്റെ ചോദിച്ചാൽ മതി. ഇതുപോലെ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ ഉണ്ടാവും. ഷോള് നല്ല സൂപ്പർ, നല്ല പ്രിന്റ് ഒക്കെ വന്നിട്ട് ഫുള്ളി 4 സൈഡും ബോർഡർ ഒക്കെ വന്നിട്ടുള്ളതാണ്. ഇതുപോലെ ഉണ്ടാവും. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതാണ്. ഇതിന്റെ ബോട്ടം വന്നിട്ട് കോട്ടൺ ആണ് കേട്ടോ. നേരത്തെ കണ്ടത് ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ ആണ്. അങ്ങനെ 4 കളേഴ്സിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച്ഡ് ആയിട്ടാണെങ്കിലും പറഞ്ഞാൽ മതി, അൺസ്റ്റിച്ച്ഡ് ആയിട്ടാണെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.